ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓഫീസിലൊരു ചെറിയൊരു ലഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഇറങ്ങി. എനിക്കാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഫാമിലി ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അപ്പം ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിലേട്ടനുണ്ട്, ഏട്ടനും ഞാനും കൂടെയാണ് അപ്പോയിൻമെൻറ്റിന് പോകുന്നത്. അതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ല. ഞങ്ങൾ കാണുന്ന ചില സ്ഥലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട് നാട്ടിൽ പോകുന്ന സമയം, അടുക്കുന്ന സമയത്ത്. ഇതാ ഞാൻ കയറിയ ട്രെയിനിൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റ് വീൽ ചെയർ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ മാത്രം ഇങ്ങനെ അസിസ്റ്റൻ്റ് ഉണ്ടാവും. അപ്പം അവർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അങ്ങനെ ഒരു സാധനം വെക്കും. അപ്പം വീൽ ചെയർ ഉള്ളവർക്ക് ഇറങ്ങാനും കയറാനും എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഏട്ടാ സമയം 3:10. ഇത്തവണ ഞങ്ങൾ മേടിച്ച ചെടിയാണ് കേട്ടോ ഇത്. എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. അധികം ചെടിയൊന്നും ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാനും നോക്കാനും ഒന്നും ആരും ഉണ്ടാവില്ലല്ലോ. ഇത് തന്നെ നമ്മുടെ അപ്പുറത്തെ നൈബർ ഇടയ്ക്ക് വന്നിട്ട് വെള്ളം ഒഴിക്കും, അവർ നോക്കിക്കോളും. എന്നാലും അധികം ചെടിയൊന്നും മേടിച്ച് വെച്ചിട്ട് അവരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു. പിന്നെ ഈ 2 ഭാഗത്ത് ഇങ്ങനെ തൂക്കണ ഇത് രണ്ടും വാങ്ങിച്ചു. അപ്പോയിൻമെൻറ്റിന് ശേഷം ഞങ്ങൾക്ക് കാറ് സർവീസിന് കൊടുക്കാനുണ്ട്. അപ്പം അത് കൊടുത്തിട്ട് ഞങ്ങൾ റെൻ്റേ കാർ എടുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യണേ. ഇവിടെ കാനഡയിലുള്ള മിക്കവാറും ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഫാമിലി ഡോക്ടറിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് കൺസേൺസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റുട്ടീൻ ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോവുക നമ്മുടെ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ വോക്ക് ഇൻ ക്ലിനിക്ക് ഉണ്ട്. പക്ഷേങ്കിൽ ഫാമിലി ഡോക്ടറിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററിയും അവരുടെ കയ്യിലുണ്ടാകും, അവർ റെക്കോർഡാക്കിയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ടൈം എന്തെങ്കിലും കൺസേണോ കാര്യങ്ങളോ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോയിൻമെൻറ്റ് കിട്ടാനും എളുപ്പമാണ്. നമ്മളവിടെ നിന്ന് പിന്നെ ഇനിയിപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ റെഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഫാമിലി ഡോക്ടറാണ്. ഈ ഫാമിലി ഡോക്ടറിനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് തന്നെ ഓൺലൈനിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ അവൈലബിൾ ആവണമെന്നില്ല. കാരണം ഓരോ ഡോക്ടറിനും ഇത്ര പേഷ്യൻ്റ് വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ അവൈലബിൾ ആവുന്ന ഡോക്ടറിനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവറി 1 ഇയറിൽ നമ്മളിങ്ങനെ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്, നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിലും. കാരണം ചിലപ്പം 1 ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ വിസിറ്റ് ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് വേറെ പേഷ്യൻസിനെ എടുക്കാമല്ലോ ആ സ്ഥാനത്തേക്ക്. സോ അതിന് വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഈ റുട്ടീൻ ചെക്കപ്പും ഈ ബ്ലഡ് വർക്കും ഈ ഫാമിലി ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഫ്രീ ആണ്. ഇവിടെ പ്രൊവിൻഷ്യൽ ഹെൽത്ത് കാർഡിൽ എല്ലാം കവേർഡ് ആണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ മോളെ പിക്കപ്പ് ചെയ്യാനാട്ടോ പോയത്. അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് അവളുടെ ഫ്രണ്ടിൻ്റെ പാരൻസ് ആണ് കേട്ടോ. അവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് അവർ വീടിനടുത്തുള്ളൊരു പാർക്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകണത്. സോക്സ് ഇട്ടില്ലേ? ഓക്കെ, ഒന്ന് ക്രോക്സ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ടിം ഹോർട്ടൻസിൽ നിന്ന് ഒരു കോഫിയൊക്കെ എടുത്തുകൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഡ്രൈവ് ത്രൂ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലൈനപ്പാണ്. അപ്പോൾ അകത്ത് പോയിട്ട് കോഫി മേടിച്ചുകൊണ്ട് വരാൻ വെച്ചു. Hot chocolate. അതിനുശേഷം ഞങ്ങൾക്ക് മോൾക്കൊരു ട്രോളി ബാഗ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഓൺലൈനിൽ നോക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും ഓൺലൈനിൽ ഇന്നലെ നോക്കിയ സമയത്ത് കനേഡിയൻ ടയറിലൊരു നല്ലൊരു പെട്ടി കണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ട് കനേഡിയൻ ടയറിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പണ്ട് കനേഡിയൻ ടയറിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാറിനും ഒക്കെ വണ്ടിയുടെ ആവശ്യത്തിനുള്ള പാർട്സും ടയറും ഒക്കെ കിട്ടുന്ന കടയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കനേഡിയൻ ടയർ ആക്ച്വലി എല്ലാ സാധനങ്ങളും കിട്ടും. ഒരു വീട്ടിലാവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടോയ്സ്, പിന്നെ ഇത് കുട്ടികൾക്ക് സൈക്കിള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഒരു ഫുഡ് ഐറ്റംസ് ഒഴിച്ചിട്ട് ബാക്കി എന്തും കിട്ടുന്നൊരു കടയാണ് കേട്ടോ കനേഡിയൻ ടയർ.
പെട്ടി ഇതാണ് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ബാക്ക് പാക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ആ ബാക്ക് പാക്ക് വലിയ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്തിട്ടില്ല. ഞങ്ങളിനി ഓൺലൈനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാൾമാർട്ടിലോ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ കോസ്കോയിലേക്കാണ് പോയത്. കോസ്കോന്ന് ഞങ്ങൾ നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ക്രീം, മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നത് ഇവിടെ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് ചോക്ലേറ്റ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ്സൊക്കെ ബൾക്ക് ബാൻ എന്നാണ് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു കോസ്കോ ഗമ്മിയാണ് കേട്ടോ. പീൽ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചു വെച്ചാൽ കേട്ടോ. Nice. You like all of these? Yeah. അതിനുശേഷം വാൾമാർട്ടിലും കൂടെ ഒന്ന് പോയി നോക്കാം, ട്രോളി ബാഗ് കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ കിട്ടിയില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് ആ വീടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വാൾമാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. $9 something as opposed to like the regular rice, and then the candles are like 13 something, so those are on sale for half off. Yeah. Oh, nice. ഇവിടുന്ന് സെൻറ്റഡ് ക്യാൻഡിൽ, ബോഡി വാഷ്, ബോഡി ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും നടക്കില്ല. ഓൾറെഡി ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ കഫേ ടീ ടോക്സിൽ പോയി കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു മലബാർ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തലശ്ശേരിക്കാരിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തലശ്ശേരിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കുമ്പം എനിക്ക് ശരിക്കും അവിടെ പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ എല്ലാം ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കല്യാണ വീട്ടിൽ നിന്നുള്ള ബിരിയാണി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ബിരിയാണി വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയ പാടെ തന്നെ അവൾക്ക് ഇത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനും കൂടെ ട്രൈ ചെയ്യാമെന്ന്. Wash your hands. I already did. You did? Can I peel it? I want to peel it. ഇതിങ്ങനെ പീൽ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാൻ പറയുന്നത്. എന്തിനാണ് പീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പീൽ ചെയ്ത് കഴിഞ്ഞാലും അതിന് പുറത്തുള്ള ഭാഗവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തിനാണ് പീൽ ചെയ്തിട്ട് കഴിക്കാൻ പറയണമെന്ന് എനിക്കറിയില്ല. അത് പീൽ ചെയ്യാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ നല്ല സാധനം കേട്ടോ. കഴിച്ചു വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു റിയൽ മാംഗോയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ മാംഗോ ബൈറ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. How did you do that? അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. ബിരിയാണിയുടെ കൂടെ ഒരു റൈത്തയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബീട്രൂട്ട് പിക്കിളുമാണ് കേട്ടോ കിട്ടുക. നല്ല ബിരിയാണിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പം അതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല 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 വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.